എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദീപ്തിസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കൊഞ്ച് വെച്ചുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഞ്ചാണ്. ഇനി നമുക്കൊന്ന് നല്ലോണം ക്ലീൻ ചെയ്തിട്ടെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഈ കൊഞ്ചിൻ്റെ തലയൊന്നും എടുക്കുന്നില്ല. നമുക്ക് കൊഞ്ചാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തോടൊക്കെ പെട്ടെന്നൊന്ന് പൊളിച്ച് പെട്ടെന്ന് നമുക്കിത് ഇളകി വരുന്നില്ലെങ്കിൽ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇത് പൊളിക്കുവാണെങ്കിൽ അതിൻ്റെ തോടൊക്കെ പെട്ടെന്ന് ഇളകി വരും. അതിനുശേഷം നമ്മളിത് പൊളിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് വശത്തായിട്ട് ഒരു ചെറിയൊരു നാര് പോലെ ഒരു കുടലുണ്ട്, അതെടുത്ത് കളയണം, അല്ലെങ്കിൽ ചെറിയൊരു കയ്പുണ്ട്. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പം തേങ്ങ അരച്ചാണ് ഇത് കറി വെക്കുന്നത്. നമ്മൾ കൊഞ്ച് ഫ്രൈ, കൊഞ്ച് റോസ്റ്റ് എല്ലാം അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അടുത്തയായി ഞാൻ ഒരു ചട്ടി അടുപ്പ് വെച്ച് അത് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് 1 സ്പൂണ് കടുവും കൂടി ഇട്ട് കടുവ് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ഇവിടെ ഇപ്പം കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഒരു 6 ചുവന്നുള്ളിയും കൂടെ നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് അത് ഒത്തിരി അങ്ങ് അരയിൽ ഒന്ന് ചതച്ച് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് അതും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും ചുമന്നുള്ളിയും എല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നു. ഇനി ഞാൻ ഇതിനകത്തോട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നല്ലോണം വഴണ്ടി ഇതിനകത്തോട്ട് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു ചേരുന്ന വിധത്തിലൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അങ്ങനെ ഇവിടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിനി പൊടിവർഗ്ഗങ്ങൾ ചേർക്കുകയാണ്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഞാൻ എരിയുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇവിടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലോണം മസാലയും കൂടി ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് തിളച്ച ചൂടുവെള്ളമല്ല, ഇളം ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓരോരുത്തരുടെയും ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരപ്പെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുറച്ച് കുടംപുളിയാണ്. ഒരുപാട് വേണ്ട, 2 കീറ് കുടംപുളി മതി. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 3-4 പച്ചമുളക് നടുവേ കീറിയിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിനി ഈ ഗ്രേവിക്ക് ആവശ്യമായ, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കൊഞ്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കൊഞ്ച് ഒരുപാട് വേവത്തില്ല, ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കത്തില്ല. അപ്പം നമുക്ക് കൊഞ്ചും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം.
നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. കൊഞ്ച് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ആക്കി ഇടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലെത്തുന്നതായിരിക്കും. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.